ശമൂവേലിൻ്റെ പുസ്തകങ്ങൾ. എബ്രായ കാനോനിൽ മുൻ പ്രവാചകന്മാരുടെ ഗണത്തിൽ മൂന്നാമത്തെ പുസ്തകം. എബ്രായയിൽ ശമൂവേൽ 1ഉം 2ഉം പുസ്തകങ്ങൾ ഒറ്റ പുസ്തകമായിരുന്നു. ഗ്രീക്ക് സെപ്റ്റുവജൻ്റാണ് അതിനെ രണ്ടായി പിരിച്ചത്. സെപ്റ്റുവജൻ്റിൽ ശമൂവേലിൻ്റെ 2 പുസ്തകങ്ങളും രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളും ചേർന്ന് രാജ്യങ്ങളുടെ പുസ്തകങ്ങൾ എന്നറിയപ്പെടും. ലത്തീൻ വുൾഗാത്തയിൽ അഥവാ ലാറ്റിൻ വൾഗേറ്റിൽ അവ രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. എബ്രായ കൈയെഴുത്തു പ്രതികളിൽ ഉണ്ടായിരുന്ന ശമൂവേൽ എന്ന ശീർഷകമാണ് ഇംഗ്ലീഷ്, മലയാളം ഭാഷാന്തരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പേരിൻ്റെ സാങ്കത്യം ഒന്നു മാത്രമാണ്. ആദ്യ ഭാഗത്ത് പ്രധാന കഥാപാത്രം ശമൂവേലാണ്. അനന്തരഭാഗത്ത് വിവരിക്കപ്പെടുന്ന മറ്റു 2 പ്രധാന കഥാപാത്രങ്ങളായ ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്തത് ശമൂവേലാണ്. ഈ പുസ്തകത്തിൻ്റെ കർത്താവും കാലവും അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ശമൂവേലിൻ്റെ കർത്തൃത്വത്തിന് ഉപോത്ബലകങ്ങളായ ആഭ്യന്തര ബാഹ്യ തെളിവുകൾ വിരളമാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ശമൂവേൽ പ്രവാചകനാണ് ഗ്രന്ഥകർത്താവ്. സ്വന്തം പേരിലുള്ള പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും രൂത്തും ശമൂവേൽ എഴുതി. ബാബാബത്ര 14b. ശമൂവേലിൻ്റെ മരണം 1 ശമൂവേൽ 25:1 പറയുന്നുണ്ട്. 1 ശമൂവേൽ 25 അധ്യായം 31 വരെയുള്ള അധ്യായങ്ങളിലെയും 2 ശമൂവേലിലെയും സംഭവങ്ങൾ ശമൂവേലിൻ്റെ മരണശേഷം സംഭവിച്ചവയാണ്. സിക്ലാഗ് ഇന്നുവരെയും യഹൂദ രാജാക്കന്മാർക്കുള്ളതായിരിക്കുന്നു. 1 ശമൂവേൽ 27:6. ആ പ്രസ്താവന രാജ്യവിഭജനത്തിന് ശേഷമാണ് ഗ്രന്ഥരചന എന്നതിന് തെളിവായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദാവീദിൻ്റെ മരണത്തെക്കുറിച്ച് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പ്രസ്തുത സംഭവത്തിന് മുമ്പ് ഗ്രന്ഥരചന നടന്നിരിക്കണം. ശമൂവേലും ഒരു എഴുത്തുകാരനായിരുന്നുവെന്ന് ഈ പുസ്തകത്തിൽ കാണാം. 1 ശമൂവേൽ 10:25, 1 ദിനവൃത്താന്തം 29:29. ശമൂവേൽ, നാഥാൻ, ഗാദ് എന്നിവർ എഴുതിയെന്നാണ് ഒരു പൊതുധാരണ. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്തവൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാക്രമ പ്രവർത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിൻ്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകൻ്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിൻ്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. 1 ദിനവൃത്താന്തം 29, 29, 30 വാക്യങ്ങൾ. ലിബറൽ ചിന്തകരുടെ പക്ഷത്തിൽ കുറഞ്ഞത് 2 രേഖകളുടെ സങ്കലനമാണ് ശമൂവേലിൻ്റെ പുസ്തകങ്ങൾ, ജെയും ഇയും. ശൗലിൻ്റെയും ദാവീദിൻ്റെയും വൃത്താന്തങ്ങൾ ശലോമോൻ്റെ കാലത്തും ശമൂവേലിനെ സംബന്ധിച്ചുള്ളവ 8-ാം നൂറ്റാണ്ടിലും രൂപപ്പെട്ടുവെന്നും അവയുടെ ഏകീകരണം 1 നൂറ്റാണ്ടിന് ശേഷം സംഭവിച്ചുവെന്നും അവർ സിദ്ധാന്തിക്കുന്നു. ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ഏകത്വത്തിന് ഇനി പറയുന്ന തെളിവുകളുണ്ട്. 1. പുസ്തകത്തിൻ്റെ സംവിധാനം ക്രമീകൃതവും സുഘടിതവുമാണ്. 2. പുസ്തകങ്ങളുടെ ഭാഗങ്ങൾക്ക് പരസ്പര ബന്ധമുണ്ട്. 3. ഭാഷയുടെ ഐക്യരൂപ്യം. ശമൂവേലിൻ്റെ ജനനം മുതൽ ശൗൽ രാജാവിൻ്റെ മരണം വരെയുള്ള ചരിത്രം 1 ശമൂവേലിലുണ്ട്. 2 ശമൂവേലിൽ പ്രധാനമായും ആഖ്യാനം ചെയ്യുന്നത് ദാവീദിൻ്റെ ഭരണമാണ്. ഏതാണ്ട് 100 വർഷത്തെ ചരിത്രം 2 പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്നു. ഈ പുസ്തകങ്ങളുടെ ഗ്രന്ഥരചനയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് നോക്കാം. പഴയ നിയമചരിത്രം വിശ്വാസികൾക്ക് ബുദ്ധിയുപദേശത്തിനും പ്രബോധനത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാം വാക്യം. ഇസ്രായേലിൽ രാജവാഴ്ചയുടെ വ്യവസ്ഥാപനം വ്യക്തമാക്കുകയാണ് ഈ പുസ്തകങ്ങളുടെ പ്രധാന ഉദ്ദേശ്യം. ന്യായാധിപന്മാരിൽ നിന്നും രാജാക്കന്മാരിലേക്ക് ഭരണം കൈമാറുന്നത് വിവരിക്കുകയാണ്. ന്യായാധിപനും പ്രവാചകനുമായിരുന്ന ശമൂവേലാണ് ഇസ്രായേലിലെ ആദ്യത്തെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത്. എന്നാൽ ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ശമൂവേൽ മരിച്ചു. പ്രവാചക ശുശ്രൂഷയുടെയും രാജവാഴ്ചയുടെയും ആരംഭം ഈ പുസ്തകങ്ങളിലുണ്ട്. ഈ പുസ്തകങ്ങളുടെ ഉള്ളടക്കം നമുക്ക് ചുരുക്കമായിട്ടൊന്ന് നോക്കാം.
1 ശമൂവേൽ 1 അധ്യായം മുതൽ 7 അധ്യായം വരെ ശമൂവേൽ ഒരു പ്രവാചകനും ന്യായാധിപനുമാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ്. 1 അധ്യായത്തിൻ്റെ 1 മുതൽ 2 അധ്യായത്തിൻ്റെ 10 വരെ ശമൂവേലിൻ്റെ ജനനവും ബാല്യകാലവും. 1 ശമൂവേൽ 2 അധ്യായം 11 മുതൽ 3 അധ്യായം 21 വരെ ഏലിയുടെ തിരസ്കരണവും ശമൂവേലിൻ്റെ വിളിയും. 4 അധ്യായം 1 മുതൽ 7 അധ്യായം 1 വരെ ഫെലിസ്ത്യരുടെ പ്രാബല്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 അധ്യായം 2 മുതൽ 17 വരെ ശമൂവേലിൻ്റെ ന്യായപാലനമാണ്. 1 ശമൂവേൽ 8 അധ്യായം മുതൽ 2 ശമൂവേൽ 1 അധ്യായം വരെ ശൗലിൻ്റെ വാഴ്ചയാണ്. 8 അധ്യായം 1 മുതൽ 22 വരെ ഇസ്രായേൽ രാജാവിനെ ആഗ്രഹിക്കുന്നു. 9 അധ്യായം 1 മുതൽ 11 അധ്യായം 15 വരെ ശൗലിൻ്റെ തെരഞ്ഞെടുപ്പ്. 12 അധ്യായം 1 മുതൽ 25 വരെ ശമൂവേലിൻ്റെ വിടവാങ്ങൽ. 13 അധ്യായം 1 മുതൽ 14 അധ്യായം 52 വരെ ഫിലിസ്ത്യരുമായുള്ള ശൗലിൻ്റെ യുദ്ധം. 15 അധ്യായം 1 മുതൽ 35 വരെ ശൗലിൻ്റെ അനുസരണക്കേട്. 16 അധ്യായം ദാവീദിൻ്റെ അഭിഷേകമാണ്. 17 അധ്യായം ദാവീദും ഗോലിയാത്തും. 18 അധ്യായം 1 മുതൽ 20 അധ്യായം 43 വരെയുള്ള വാക്യങ്ങൾ ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ദാവീദ് ഓടിപ്പോകുന്നു. 21 അധ്യായം 1 മുതൽ 30 അധ്യായം 31 വരെ ദാവീദ് അലഞ്ഞു നടക്കുന്നു. 31 അധ്യായം 1 മുതൽ 13 വരെ ശൗലിൻ്റെ മരണമാണ്. 2 ശമൂവേൽ 1 അധ്യായം 1 മുതൽ 27 വരെ ദാവീദിൻ്റെ വിലാപമാണ്. ഇനി 2 ശമൂവേൽ 2 അധ്യായം മുതൽ 24 അധ്യായം വരെ ദാവീദിൻ്റെ ഭരണകാലമാണ്. 2 അധ്യായം 1 മുതൽ 7 വരെ ദാവീദ് യഹൂദയുടെ രാജാവാകുന്നു. 2 അധ്യായം 8 മുതൽ 6 അധ്യായം 23 വരെ ദേശീയവും മതപരവുമായ ഐക്യം ഉറപ്പാക്കുന്നു. 7 അധ്യായം 1 മുതൽ 29 വരെ ദാവീദിനോടുള്ള ഉടമ്പടിയാണ്. 8 അധ്യായം 1 മുതൽ 10 അധ്യായം 19 വരെ ദാവീദിൻ്റെ യുദ്ധങ്ങളാണ്. 11 അധ്യായം 1 മുതൽ 12 അധ്യായം 31 വരെ ദാവീദും ഊരിയാവും. 13 അധ്യായം 1 മുതൽ 19 അധ്യായം 8 വരെ അബ്ശാലോമിനെ കുറിച്ചാണ് പറയുന്നത്. 19 അധ്യായം 9 മുതൽ 20 അധ്യായം 26 വരെ ദാവീദിൻ്റെ യഥാസ്ഥാപനം. 21 അധ്യായം 1 മുതൽ 14 വരെ ക്ഷാമമാണ്. 21 അധ്യായം 15 മുതൽ 22 വരെ ദാവീദിൻ്റെ വീരന്മാരെക്കുറിച്ചുള്ള വർണ്ണന. 22 അധ്യായം 1 മുതൽ 23 അധ്യായം 7 വരെ ദാവീദിൻ്റെ അന്ത്യവാക്കുകൾ. 23 അധ്യായം 8 മുതൽ 39 വരെ ദാവീദിൻ്റെ വീരന്മാരെക്കുറിച്ച് വീണ്ടും വർണ്ണിക്കുന്നു. 24 അധ്യായം 1 മുതൽ 25 വരെ ദാവീദിൻ്റെ ജനസംഖ്യയെടുപ്പും ശിക്ഷയെക്കുറിച്ചുള്ള വിവരണവുമാണ്.